നാൾക്കുനാൾ പെരുകുന്ന രോഗങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതൽ ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിൽ പുതിയതായി ഉയർന്നു വരുമ്പോൾ കോടികൾ മറിയുന്ന ബിസിനസ് സാമ്രാജ്യങ്ങളുടെ വലിയൊരു ഗെയിം പ്ലാൻ കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മുടെ ഭരണകൂടം. മുൻപെങ്ങും കേട്ടുകേൾവി പോലും ഇല്ലാത്ത രോഗങ്ങളുടെ പേരുകൾ കേട്ട് അന്താളിച്ചു നിൽക്കുന്ന നമുക്കിടയിലേക്ക് ചികിത്സയിൽ EMI ഓഫറുകൾ വെച്ച് ഹോസ്പിറ്റലുകൾ മത്സരിക്കുമ്പോൾ ജനങ്ങളുടെ ആരോഗ്യത്തിൽ എന്ത് കരുതലാണ് നമ്മുടെ ഭരണകൂടം കൈക്കൊണ്ടിട്ടുള്ളത്? ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങളാണ് രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വില്ലനായി വന്നതെങ്കിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ എന്ത് മുൻകരുതലാണ് അധികാരികൾ കൈക്കൊണ്ടിട്ടുള്ളത്? പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു എന്ന വാർത്ത നാം ദിവസവും കേൾക്കുമ്പോൾ 2-3 ദിവസത്തിനകം പഴകിയ ഭക്ഷണം വിതരണം ചെയ്ത ഹോട്ടൽ പൂർവാധികം ശക്തിയോടെ തുറന്നു പ്രവർത്തിക്കുന്നുവെങ്കിൽ ആർക്കാണ് പിഴച്ചത്? ഭക്ഷണത്തിലെ സുരക്ഷ നമ്മെ ഭരിക്കുന്നവർ നൽകുമെന്ന വിശ്വാസത്തിൽ ഇത്തരം ഭക്ഷണശാലകളിൽ പോയി കഴിക്കുന്ന നമ്മളോ അതോ ഇത്തരം ഭക്ഷണങ്ങൾ വിതരണം ചെയ്തവർക്ക് വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുന്ന ഭരണകൂടമോ? എന്തായാലും പ്രഹസനമാവുന്ന ഇത്തരം ഹോട്ടൽ റെയ്ഡുകളുടെ വാർത്ത ഇതാ താഴെ. ആറ്റിങ്ങലിലെ ഹോട്ടലുകളിൽ നിന്ന് പഴയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിലെ ഹോട്ടലുകളിലായിരുന്നു മുനിസിപ്പൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. പഴകിയതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ ഭക്ഷണ സാധനങ്ങളാണ് പിടിച്ചെടുത്തത്. 20ഓളം ഹോട്ടലുകളിൽ നടന്ന പരിശോധനയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത എണ്ണ, ചിക്കൻ, മട്ടൻ, വെജിറ്റബിൾ വിഭവങ്ങൾ തുടങ്ങിയവയാണ് പിടികൂടിയത്. ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുകയും അടച്ചിടൽ നടപടികളിലേക്കും നീങ്ങുമെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ രാംകുമാർ അറിയിച്ചു. രാവിലെ ആരംഭിച്ച പരിശോധന 11 മണിവരെ നീണ്ടു. പിടികൂടിയ ഹോട്ടലുകളുടെ പേര് വിവരങ്ങൾ നൽകാൻ ആരോഗ്യ വിഭാഗം തയ്യാറായില്ല. വാർത്തകളിൽ വരാൻ മാത്രം റെയ്ഡ് നടത്തുന്നത് തുടരുന്ന ഭരണകൂടത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?